എല്ലാവർക്കും ഏകദേശം കൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ പ്രൊമോ അല്ലെ, നമ്മുടെ ശ്രുതി അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ, അതും പുതിയൊരു ജോലിയോടുകൂടി. എന്താന്നല്ലേ, പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്ന ജോലിയാട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി പിള്ളേരോട് ഇങ്ങനെ കമ്പനിയാകാൻ വേണ്ടി ആദ്യം തന്നെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിള്ളേരെ ഒന്ന് രസിപ്പിക്കും കേട്ടോ. അപ്പൊ ആരുടെ കഥയാ? ഒരു സുന്ദരിയായ ഒരു പെണ്ണിന്റെയും ഒരു രാക്ഷസന്റെയും. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ എന്നിട്ട് കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും കേട്ടോ. ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു, ആ പെണ്ണിനെ ശല്യപ്പെടുത്താൻ ഒരു രാക്ഷസനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രുതി കഥ പറയുക. ഈ ഒരു കഥ ആര് കേൾക്കുന്നുണ്ട്? നമ്മുടെ അശ്വിൻ. അപ്പൊ തന്നെ അശ്വിന്റെ ഉള്ളില് ആ ഇത് എന്നെ പറ്റിയാണ്, എന്നെയാണ് അവരുടെ രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ അശ്വിൻ അവിടെ വന്നിട്ട് കുറച്ച് ചില്ലറ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി അങ്ങോട്ട് നേരിട്ട് വാക്കാലെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, പിള്ളേരുടെ കയ്യിൽ ലെറ്റർ കൊടുത്തു വിടുക. അപ്പൊ നമ്മുടെ ലെറ്ററിൽ വേറൊന്നുമല്ല, അശ്വിൻ ആ ലെറ്റർ കൊടുത്തു വിടുന്നുണ്ട്. അശ്വിൻ ആ ലെറ്റർ വായിക്കോട്ടെ, വേറൊന്നുമല്ല. ഈ ഒരു സുന്ദരിയായ പെൺകുട്ടി ഞാനായിട്ടും രാക്ഷസൻ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ലെറ്റർ വിടുക. എന്നിട്ട് മറിച്ച് നമ്മുടെ അശ്വിൻ അതിന്റെ മറുപടിയായിട്ട് അശ്വിന് ഒരു ലെറ്റർ ആ കൊച്ചിന്റെ തന്നെ ശ്രുതിക്ക് കൊടുത്തു വിടുക കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതിക്ക് കിട്ടിയ ലെറ്ററിൽ വേറെ ഒന്നുമല്ല, നീ സുന്ദരിയാണെന്ന് നീ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? ഇവിടെ കുറേയേറെ കണ്ണാടികളുണ്ട്, നീ അതിൽ ഏതെങ്കിലും ഒന്നും നീ സൂക്ഷിച്ചു നോക്കും, അപ്പൊ നിനക്ക് മനസ്സിലാവും അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയായിരുന്നു എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്ററിലൂടെ വഴക്ക് കൊടുത്തോ കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് എന്നിട്ട് നമ്മുടെ അഞ്ജലിയുടെ അടുത്തും ഈ ലെറ്റർ കൊണ്ടുവന്ന് വന്നെത്തുന്നുണ്ട്. അപ്പൊ അഞ്ജലി ഇത് വായിച്ചിട്ട് ഇങ്ങനെ ഇവർക്ക് ഇത് എന്തിന്റെ അസുഖമാണെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്. അതിന് പിന്നാലെ നമ്മുടെ ശ്രുതി മുറിയിൽ വന്ന് ഇങ്ങനെ കിടക്കാൻ നേരം കേട്ടോ കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ശ്രുതി വരുമ്പോഴത്തേക്കും നമ്മുടെ അശ്വിൻ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ശ്രുതി ഇനി ചെകുത്താന്റെ മുഖം കാണണ്ടല്ലോ എന്നും പറഞ്ഞ അപ്പുറത്ത് അടിയിൽ പോയി ഇങ്ങനെ കിടക്കുന്ന രംഗങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ അശ്വിനെ ഒളിഞ്ഞു നോക്കുന്ന ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. കോമഡി ആയിട്ടുള്ള ഒരു എപ്പിസോഡാട്ടോ അപ്പൊ പറയാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.